മോഹൻലാലിന്റെ സിനിമാ കരിയറിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ചില സിനിമകളുണ്ട്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സിനിമ എമ്പുരാൻ എന്ന സിനിമയാണ്. കാരണം മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ സിനിമകളിൽ ഒന്നായ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന എമ്പുരാൻ അത് തന്നെ മതി അതിന് കാരണമായി പറയാൻ. കൂടാതെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു. മോഹൻലാൽ തന്റെ കരിയറിലെ ഏറ്റവും ഗംഭീര മാസ് റോളിൽ എത്തുന്നു. കൂടാതെ ചില സസ്പെൻസുകളോടെ നിർത്തിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം കാണാനുള്ള കൗതുകം എല്ലാവരിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചിത്രവുമായി ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യത പ്രേക്ഷകർ കൊടുക്കാറുണ്ട്. മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളിൽ ഒന്നാണ് ലൂസിഫർ. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ലൂസിഫർ. ബോക്സ് ഓഫീസിൽ വമ്പൻ ചലനം ഉണ്ടാക്കിയ ചിത്രത്തിന് പിന്നീട് രണ്ടാം ഭാഗവും പ്രഖ്യാപിച്ചു. രണ്ടാം ഭാഗമായ എമ്പുരാന്റെ ഷൂട്ട് വിവിധ രാജ്യങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ബിഗ് ബജറ്റ് ചിത്രമായാണ് എമ്പുരാൻ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തുക. ലൂസിഫറിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് ദീപക് ദേവ് ആയിരുന്നു. ചിത്രത്തിലെ BGMകൾ വലിയ ശ്രദ്ധയും നേടിയിരുന്നു. എമ്പുരാനിലും സംഗീതം ചെയ്യുന്നത് ദീപക്കാണ്. ഇത്തവണ തനിക്ക് പുറത്ത് എവിടെ വേണമെങ്കിലും പോയി റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ടെന്നും ദീപക് ദേവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു. ലൂസിഫറിന് വേണ്ടിയുള്ള തന്റെ അപ്രോച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആരാധകർ പോലും അത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. ലോകത്തെ പല രാജ്യങ്ങളിലും സംഗീതജ്ഞരെ ഉൾപ്പെടുത്തിയാണ് എമ്പുരാൻ ചെയ്യുന്നതെന്നും ദീപക് പറഞ്ഞു. ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എമ്പുരാന്റെ BGM സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം ഭാഗമായതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ പുറത്ത് എവിടെ വേണമെങ്കിലും പോയി റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് പലയിടത്തുമുള്ള രാജ്യങ്ങളിൽ അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സംഭവങ്ങളും പല സ്ഥലത്തായി കാണിക്കുന്ന ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ അതാത് സ്ഥലത്തെ സംഗീതജ്ഞരെ ഉപയോഗിച്ചാണ് അതെല്ലാം ചെയ്യുന്നത്. കമ്പോസിംഗ് ഞാൻ തന്നെയാണ്. പാട്ട് പാടുന്നവരും ചിലപ്പോൾ വിദേശീയരാവാം. അതൊന്നും തീരുമാനമായിട്ടില്ല. ദീപക് ദേവിന്റെ വാക്കുകൾ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ലൂസിഫറിന്റെ സ്റ്റൈലൈസ്ഡ് വെർഷനാണ് എമ്പുരാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന എമ്പുരാൻ എന്ന ചിത്രം നമ്മൾ വിചാരിക്കുന്നതിന്റെയും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ചിത്രമായിരിക്കും. പൃഥ്വിരാജ് എന്ന സംവിധായകന്റെ മികവ് നമ്മൾ കാണാൻ പോകുന്നത് എമ്പുരാൻ എന്ന ചിത്രത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും അർത്ഥവത്തായ കാര്യം. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയുടെ പുതിയ വിവരങ്ങൾ ആരാധകരെ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു.